അല്ലേക്കാവ് ദേവീക്ഷേത്രത്തിലെ ദേവിയുടെ തിരുവാഭരണ മോഷണം പോയി 2002. 2003 ഞാനാണ് അവിടെ ദേവപ്രശ്നം വെച്ചത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന ആളാണ് അതെടുത്തത്. മാഷേ തിരുവാഭരണം കൊണ്ടുപോയ ആളിനെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. 22 ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു എന്നെ വളർത്തിയടിക്കാൻ. 22 ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു പുള്ളിയെ മലത്തിയടിക്കാൻ. എന്നിട്ടും അണ്ണൻ തന്നെ തിരിച്ച് മലത്തിയടിച്ചിട്ട് ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചവരെ അണ്ണൻ കണ്ടുപിടിച്ചു കൊടുത്തു. പോലീസിനില്ലാത്ത കഴിവ് ദേവപ്രശ്നത്തിന്. അമ്പോ ഇതിന്റെ ഉടുപ്പഴിക്കാൻ പറയുക ആദ്യം ചെയ്യുന്നത്. അത് പിന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കാരണത്താണ് അദ്ദേഹം ആദ്യം അടിക്കുന്നത്. കുറെ നേരം കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി ഈ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ തന്ത്രി. നമസ്കാരം. ഇടയ്ക്ക് ഒരു ശകല നേരം എനിക്ക് തരണം. അതിനിടയ്ക്ക് കയറി ആരും സംസാരിക്കും പറയാനുള്ള ആരും ഇനി ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. ഇനിയിപ്പോ അണ്ണന് പറയാനുള്ള തോന്നുന്നു കേൾക്കട്ടെ. ട്രാപ്പിലാക്കിയതുണ്ട്. ഒരു 20 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് എന്റെ യൂട്യൂബിനെ കണ്ടാലും ചോദിച്ചാലേ യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. പുള്ളി പറയുകയാണ് പുള്ളിയെ ട്രാപ്പിലാക്കിയതാണെന്ന്. എനിക്ക് മനസ്സിലാത്ത കാര്യം ഇതല്ല. ദൈവത്തിൻ്റെ തിരുവാഭരണം നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് പുള്ളി ദൈവപ്രശ്നം വെച്ച് നോക്കി കള്ളനെ സഹിതം കണ്ടുപിടിച്ച് ഈ വ്യക്തിയെ ഇത് എങ്ങനെ പോലീസ് പിടിച്ച് എനിക്കിതാ മനസ്സിലാകാത്ത. ഇത്രയും പരിജ്ഞാനമുള്ള ജ്യോത്സ്യനായിട്ടുള്ള ഈ വ്യക്തിയെ സ്വന്തം ഫ്യൂച്ചർ കാണാൻ പറ്റിയില്ല. ഇതൊക്കെ അല്ലേ ഇവന്മാർ ഒരു ഉടായ്പാണെന്ന് എപ്പോഴെപ്പോഴും പറയുന്നു. സ്വന്തം ഫ്യൂച്ചർ മാത്രം കാണാൻ പറ്റിയില്ല. ദേവിയുടെ തിരുവാഭരണം പോയപ്പോഴത്തേക്ക് കണ്ടുപിടിച്ച് കൊടുത്തു. പ്രശ്നം വെച്ച് 22 ജ്യോത്സ്യന്മാരെ കറക്കി അടിച്ച് സ്വന്തമായിട്ട് പോലീസ് നോക്കുമെന്ന് പറഞ്ഞില്ല. പുള്ളിയെ ട്രാപ്പാണത് പറയാണ് വൈര്.